ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജോർജിയയിലാണ്. ജോർജിയയിൽ ഉഷ്കുലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പയ്യെ ഇറങ്ങുകയാണ്. എൻ്റെ കാല് വിചാരിക്കുന്ന പോലെയല്ല, ടൈം കൂടുന്തോറും ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വേദന കൂടി. എന്തുണ്ടായെന്നറിയില്ല, ഭയങ്കര വേദന. പണ്ട് എനിക്ക് ഉത്തരാഖണ്ഡിൽ ഞാൻ ട്രക്ക് ചെയ്തപ്പോൾ ഇതുപോലെ കാലിന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയി. അതുപോലെ അപ്പോൾ വന്നൊരു വേദന ഉണ്ടല്ലോ, ആ അത്രയും വേദന എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്താ സംഭവം എന്നറിയില്ല. സോ ഞാൻ നേരെ സിറ്റിയിലേക്ക് പോവുകയാണ്. എനിക്ക് പറ്റുന്നില്ല, നടക്കാനും ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഇവിടെയുള്ള ഞാൻ പോകാൻ ഉദ്ദേശിച്ച എല്ലാ സ്ഥലവും ട്രക്കിംഗ് ആണ്. ആ ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. പിന്നെ ഞാനെങ്ങനെ ട്രക്ക് ചെയ്യും? അതും ഇപ്പം ഞാൻ യൂസഫിൻ്റെ ബാഗാണ് ഇട്ടേക്കുന്നത്. അവനപ്പോൾ ഇന്ന് തിരിച്ചു പോവും, ട്രക്കിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ സിറ്റിയിലേക്കും തിരിച്ചു പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഗ് ഓൾറെഡി ഫ്രണ്ടിലും ബാഗ് ബാക്കിലും ബാഗ് ആ 20 കിലോ കൂടി ഇട്ട് നടക്കാൻ പോലും പറ്റില്ല. ഞാൻ തിബ്ലിസിയിലേക്ക് ഒരു 385 കിലോമീറ്റർ ഉണ്ട്. ഞാൻ എപ്പോഴാണ് എത്തുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും പയ്യെ ഹിച്ചാക്കി ചെയ്ത് അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. ഡ്രസ്സൊക്കെ അലക്കി കുളിയൊക്കെ കഴിഞ്ഞ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നെറ്റ്വർക്കെല്ലാം നല്ലപോലെ കിട്ടി. എല്ലാ ഫോണും പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്ത് എന്നെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യണം. അവിടെ എത്തിയിട്ട് ഫോണും കാര്യങ്ങളും മാത്രമല്ല, അവിടെ റെസ്റ്റ് എടുക്കണം. നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ബെറ്റർ. കാരണം എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. തണുപ്പായിട്ട് ട്രക്ക് ചെയ്തിട്ടാണോ എന്താണെന്നറിയില്ല. ആദ്യമായിട്ട് ട്രക്കിങ്ങിനൊക്കെ പോയ പോലെ ഉണ്ട്. ഇത്ര സീന്, അതും അത്ര എക്സ്ട്രീം ട്രക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഉണ്ടായി, സ്റ്റീപ്പ് ഉണ്ടായി. മേ ബി അത്രയും വെയിറ്റ് എടുത്തിട്ട് ട്രക്ക് ചെയ്തുകൊണ്ടാണോ, ഞാൻ ആദ്യമായിട്ടാണ് 20 കിലോ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ട്രക്ക് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും ഈ വ്യൂ എല്ലാം കാണുമ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നൂല. നല്ല രസമാണ്. ഈ ഉഷ്കുലി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള വില്ലേജാണ്. കണ്ടോ, നല്ല രസമാണ് കാണാൻ. നടക്കാൻ വയ്യ, കുറച്ച് നടന്ന് ഈ ഒരു കയറ്റം കയറിയപ്പോൾ തന്നെ ടയേർഡായി. കുറച്ച് അങ്ങോട്ട് എത്തിയാലാണ് വണ്ടി വല്ലതും കിട്ടുള്ളൂ. ഈ മല കണ്ടോ, ഈ മലയിൽ മൊത്തം ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന കണ്ടോ. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ലൈറ്റ് ഉണ്ട്, കുറച്ച് ഭാഗത്തില്ല. അടിപൊളി തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇവിടെ മൈനസൊക്കെയാണ് രാത്രി. ഇവിടെ 2 ടൈപ്പ് ഫ്ലാഗ് കാണുന്നുണ്ട്. അതെന്താ 2 എണ്ണം? ഒരെണ്ണം ജോർജിയ, ഒരെണ്ണോ അവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ നോക്ക്, ഒരു മല മൊത്തം ഇങ്ങനെ മഞ്ഞ കളറായിട്ടിരിക്കുന്നു കണ്ടോ. അതിൽ ചിലത് ഭയങ്കര ഡാർക്ക്, ചിലത് ഡാർക്കല്ല. അങ്ങനെ ഈ വഴി എനിക്ക് തോന്നുന്നു സിറ്റിയിലേക്ക് പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല, കാരണം ഒരു വണ്ടി പോലും പോകുന്നത് കാണുന്നില്ല. സോ നടക്കാൻ എന്തായാലും ഒരുപാട് പറ്റൂല, പയ്യെ മൂവ് ചെയ്യുന്നു. നമ്മളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ വേറെ പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച്. യു ഗോയിങ് ടു കുട്ടായിസി? ഓക്കെ, ഏകദേശം ഒരു 170 കിലോമീറ്റർ ഉണ്ട്. ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ബാക്കിലെല്ലാം തന്നെ അവിടെ ഇരിക്കുന്നത്. സത്യം ഭയങ്കര സമാധാനം, സന്തോഷം. കാരണം ഇതുവഴി പോകുന്ന ഭയങ്കര ടൈം എടുക്കും. നമുക്കങ്ങനെ വണ്ടി ലിഫ്റ്റ് കിട്ടിയതിന് എന്തോ ഭാഗ്യമാണ്. ആളുവിനെ ഒറ്റയ്ക്കാണ് പോകുന്നത്. എനിക്ക് തോന്നി കുറേ ബാഗ് ഉണ്ട്, 2 വലിയ പെട്ടി ബാഗ് കണ്ടപ്പോൾ തോന്നി കുറച്ച് ലോങ് ആയിരിക്കുന്നു. കാരണം ഫുള്ള് ഇങ്ങനെയുള്ള വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. കണ്ടില്ലേ, പോകുന്ന വഴിയെല്ലാം വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിലൂടെയാണ് പോകുന്നത്. ഇതിലൂടെ നമ്മളൊരു കാർ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിലും എന്ത് രസമാണെന്നറിയോ, നമുക്ക് ഇവിടെ ഒന്നും ബോറടിക്കുകയില്ല. ഇവിടെ ഒന്നും മനുഷ്യന്മാരില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ ഒരു സ്ഥലം. എനിക്ക് ഇപ്പം എന്താ എനിക്ക് തോന്നുന്നറിയോ, അതുവഴി ഇങ്ങനെ നടന്ന് ട്രക്ക് ചെയ്ത് പോയിട്ട് ആ മലേൻ്റെ മുകളിൽ, അത്ര ഐസുള്ള സ്ഥലത്ത് വേണ്ട, അതിൻ്റെ കുറച്ച് താഴെ കണ്ടോ പ്ലെയിനായിട്ട്, ആ സ്ഥലം വരെ പോകണം. ആ സ്ഥലം വരെ പോയിട്ട് അവിടെ ടെൻ്റ് അടിക്കണം. അവിടെ ടെൻ്റ് അടിച്ചിട്ട് കിടന്നുറങ്ങണം. നല്ല സ്ലീപ്പിംഗ് ബാഗും മാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് അതും കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഒരു 5-6 പേര് അങ്ങനെ ഫ്രണ്ട്സായിട്ട്, അതും അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ അതും അടിപൊളിയായിരിക്കും. എങ്ങനെ പോയാലും അടിപൊളിയായിരിക്കും. എങ്ങനെ അടിപൊളി ആവാണ്ടിരിക്കുന്നു ശരിക്കും. ഇതെന്താ സ്വർഗം. എനിക്ക് എന്താ പറയേണ്ടത്, എനിക്ക് ഈ രാജ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അതാണ് ഞാൻ എങ്ങനെ പറയാ, ഇതെന്താ ഇവിടെ ഇത്ര അടിപൊളി, ഇവിടെ എന്താ ഇത്ര ബ്യൂട്ടിഫുള്ള്, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യം നോക്ക്, ഏതൊക്കെ ആംഗിളിൽ എവിടെയൊക്കെ നോക്കിയാലും
പറയാനില്ല കേട്ടോ. ഇപ്പൊ റോഡും അത്യാവശ്യം നൈസാണ് കണ്ടോ. എങ്ങോട്ട് നോക്കിയാലും, ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ, ഇങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, എങ്ങോട്ട് നോക്കിയാലും അടിപൊളി. അയ്യോ കളർ നോക്ക്, ഒരു മലേന്റെ കളറാണ് ഈ കാണുന്നത്. വാവ്, എന്ത് രസാണ്. I'm saying so beautiful. ആൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് വരില്ല, ട്രാൻസ്ലേറ്റിൽ സംസാരിക്കണം. അതിൻ്റെ മുകളിലൊക്കെ സ്നോയാണ്. ഇപ്പോഴാണെങ്കിൽ സ്നോയും കുറച്ച് കാണാം, കുറച്ച് ഇങ്ങനെ ഗ്രീനറിയും കാണാം, കളർഫുള്ളും കാണാം, എല്ലാം മിക്സ് ആയിട്ട് കാണാം കേട്ടോ. എന്തായാലും കൊള്ളാം, ഒന്നും പറയാനില്ല. ഇത് തന്നെ കണ്ട് 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 ഞാൻ അവിടം വരെ പോവും. കുറച്ച് ദൂരം പോയപ്പോൾ നോക്ക്, ഇവിടെ കംപ്ലീറ്റ് മാറി. ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. അതിനിടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്രീനറി, അത് മാത്രമേ ഉള്ളൂ. മോൾ ഭാഗത്ത് സ്നോ അങ്ങനെയാണുള്ളത് ഈ സൈഡിൽ. ഇനി ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ ഫുള്ള് സ്നോയും ഇങ്ങനത്തെ റോഡും. നൈസല്ലേ? ഞാനിപ്പോൾ കരയും സത്യം പറഞ്ഞാൽ. എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് എന്താ സന്തോഷമുണ്ടല്ലോ, സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ തുള്ളിച്ചാടാം. എനിക്ക് പിന്നെ ഇന്ന് വേറൊരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. എനിക്ക് കാനഡ വിസ കിട്ടി. ആക്ച്വലി ഒക്ടോബർ 27 എനിക്ക് കാനഡ വിസ കിട്ടിയതാണ്. പക്ഷെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായില്ല, മെയിലൊന്നും ചെക്ക് ചെയ്തില്ല. പിന്നെ ഞാൻ ഇന്നാണ് ഒന്ന് നെറ്റ്വർക്കൊക്കെ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് കാനഡ വിസ അപ്രൂവ് ആയിട്ടുണ്ട്. കാനഡ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം 30 ദിവസത്തിനുള്ളിൽ. പക്ഷേ എനിക്ക് 30 ദിവസത്തിനുള്ളിൽ ഞാൻ എത്തൂലല്ലോ, കാരണം കഴിഞ്ഞ ഒക്ടോബർ 27 എന്ന് പറഞ്ഞാൽ നവംബർ 27 ഞാൻ എന്തായാലും നാട്ടിലെത്തില്ല. അപ്പോൾ വേറെ എക്സ്ട്രാ ഞാൻ ഏജൻസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തോ റിക്വസ്റ്റ് അയക്കാൻ പറ്റും. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യയിലില്ല, പുറത്ത് ട്രാവലിങ്ങിലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 വീക്സും കൂടെ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് നാട്ടിലെത്തണം. ഒരു നവംബർ 1st വീക്കിൽ ഞാൻ നാട്ടിലെത്തും. ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നവംബർ ഫസ്റ്റ് വീക്കിൽ വന്നിട്ട് പിന്നെ എനിക്ക് അതായത് കൊറിയർ അയക്കണം. ഞാൻ ബാംഗ്ലൂരാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. നമുക്ക് മുംബൈയിലും ഡൽഹിയിലും ചെന്നൈയിലും ബാംഗ്ലൂരും അങ്ങനെ എല്ലാവിടെയും കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ആദ്യം റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ DHL അവർ വന്നിട്ട് നമ്മളുടെ പാസ്പോർട്ട് എടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊറിയർ ചെയ്യും ബാംഗ്ലൂരിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊറിയർ അയക്കും. പക്ഷെ ഒരു 3 ആഴ്ചയോളം എടുക്കുമായിരിക്കും. അത് പറയാൻ പറ്റില്ല എത്ര നാൾ എടുക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 ആഴ്ച കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഞാൻ ലക്ഷദ്വീപ് പോവും, അറിയില്ല ഞാൻ എന്താ പ്ലാൻ എന്നൊക്കെ. സോ എന്തായാലും പാസ്പോർട്ട് 3 ആഴ്ചയോളം കയ്യിലുണ്ടാവില്ല. അപ്പോൾ പാസ്പോർട്ട് കിട്ടിയാലാണ് അടുത്ത ഫ്ലൈറ്റ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ഞാനിങ്ങനെ ഈജിപ്തും ജോർദാനും വെസ്റ്റ് ആഫ്രിക്കയും മൊറോക്കോന്ന് തുടങ്ങി വെസ്റ്റ് ആഫ്രിക്ക അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഈ പ്ലാന് എപ്പോൾ വേണമെങ്കിലും മാറാം. ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു നിലവിലെ പ്ലാനാണ്. എന്തായാലും എനിക്ക് കാനഡ പാസ്പോർട്ട് കയ്യിൽ കിട്ടാണ്ട് എനിക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ആദ്യം സബ്മിറ്റ് ചെയ്യണം പാസ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോസ്റ്റിൽ എൻ്റെ വീട്ടിലേക്ക് പാസ്പോർട്ട് തിരിച്ചെത്തണം. പാസ്പോർട്ട് തിരിച്ചെത്തിയിട്ട് വേണം എനിക്ക് അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ. അതുവരെ എന്തെങ്കിലും ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്യാനായിരിക്കും എൻ്റെ പ്ലാൻ. അങ്ങനെ ഒരു പ്ലാനുമില്ല. എനിക്കാണെങ്കിൽ എല്ലാവരും ചോദിക്കും എന്തിനാ റെസ്റ്റ് എടുത്തൂടെ, വീട്ടിലിരുന്നൂടെ കുറച്ച് നാളെന്ന്. എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ലോകം ഒന്ന് നോക്ക്, എന്ത് രസമാണ് കാണാൻ. ഈ ലോകമൊക്കെ ഇങ്ങനെ അടിപൊളിയല്ലേ. ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിനിടയിൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുകയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം യാത്രകൾ. ഇപ്പൊ നോക്ക്, എൻ്റെ ചെവിയൊക്കെ എനിക്ക് അടയുന്നുണ്ട്, മൂക്കൊക്കെ അടയുന്നുണ്ട്, എന്തൊക്കെയോ ആവുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നതാണ്, ഹൈറ്റ് കൂടല്ല കുറയാണ്, പക്ഷെ എന്തൊക്കെയോ ആവുന്നുണ്ട്. കുറേ മഞ്ഞ് വീണ്, കുറേ പൂക്കളാൽ മൂടപ്പെട്ട്, മഞ്ഞിനാൽ മൂടപ്പെട്ട് ഞാൻ എന്താണ് എഴുതണ്ട്. നല്ല കവികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്തെങ്കിലുമൊക്കെ. എന്ത് രസാന്നറിയോ. ഓ, ഇത് നിങ്ങൾ കാണണം, കണ്ണുകൊണ്ട് കാണണം. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വില്ലേജ് കാണാം കേട്ടോ. മറ്റേ വില്ലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റിച്ച് വില്ലേജ് ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ പശുക്കൾക്കുള്ള വീടാണ്. പശുക്കൾക്കുള്ള വീടല്ല, അതിന്റെ സ്റ്റോറേജിന്റെ സ്പേസ് ആണ്. വീടും സ്റ്റോറേജ് സ്പേസ് ഒക്കെയാണ് അങ്ങനെ കാണുന്നത്. അത്രയും വലിയ ഇതാണ്. അതായത് ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ അതിന് ചുറ്റും കുറേ സ്ഥലങ്ങളും കൃഷിയൊക്കെയാണ് ഉണ്ടാവുക, അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, ഒരൊറ്റ വീടേ ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ വീടുകൾ കാണാം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. എന്ത് രസമാണെന്നറിയോ. എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല.
വരുന്ന വഴിക്ക് വണ്ടി ആളിങ്ങനെ ഇടയ്ക്ക് വെച്ച് എന്തോ നിർത്തി എന്തോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായി. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ ഒന്ന് കയറി മോക്കൊന്ന് കഴുകിയതാ. ഞാൻ ഡെഡാണെങ്കിൽ അറിയില്ല ഞാൻ എന്താ ഇത്ര ടയർഡെന്ന്. ഭയങ്കര ക്ഷീണം, തളർച്ച, ഉറക്കം വരുന്നു, എന്തൊക്കെയോ ആവുന്നു. കാല് പിന്നെ പറയണ്ട, ഒടുക്കത്തെ വേദനയും. ഇവിടെ നോക്ക് എന്ത് രസമാണ്, എല്ലാവിടെയും കാണാൻ അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര സ്വിറ്റ്സർലൻഡിനെ ഭയങ്കര ഓവർ ഹൈപ്പായി പറയുന്നില്ലേ? ഹൈപ്പ് എന്നല്ല, അവിടെ അത്ര ബ്യൂട്ടിഫുൾ ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഹായ്, പക്ഷേ ഇവിടെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവിടുത്തെ അത്രയും ഡെവലപ്ഡ് അല്ല, അവിടുത്തെ അത്രയും റിച്ച് ആൾക്കാരല്ല എന്നുള്ളൂ. എല്ലാം കൊണ്ടും ഇവിടെയും അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇത് കുറച്ചും കൂടെ ഡെവലപ്പായി കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡും ഇതും എല്ലാം സെയിം ആയിട്ടുണ്ടാവും കേട്ടോ. അത്രയും രസമുള്ള സ്ഥലങ്ങളാണ് എല്ലാം. പിന്നെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയാക്കി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. നല്ല വെതറാണ്. ഗോ ആളിതാ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഈ കാറിലാണ് വന്നിട്ടുണ്ടായത്. പോകുന്നത് അതുകൊണ്ടോ എന്തോ മെഡിസിനോ എന്തോ എടുത്തോ അവിടെ നിന്ന്, എനിക്കറിയില്ല എന്താന്ന്, ഞാൻ നോക്കിയില്ല. ഇപ്പോൾ പോകുന്ന വഴിയുണ്ടല്ലോ, നല്ല അടിപൊളി റോഡാണ്. പിന്നെ വലിയ മലയായി. ഇത്ര നേരം ഇങ്ങനെ ആൽപ്സ് അല്ലേ ആയിരുന്നില്ലേ, അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ മൊത്തം നല്ല ഗ്രീൻ ആയിട്ടുള്ള പച്ചയായിട്ടുള്ള ഇതാണ്. ഞാനിവിടുത്തെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഓട്ടം സീസണിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന്, അല്ലാതെ കംപ്ലീറ്റ് ഫുള്ളായിട്ടില്ല. അതായത് ഇങ്ങനെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഇല കൊഴിഞ്ഞ് അങ്ങനത്തെ അടിപൊളിയായിരിക്കും. അവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ പുഴയെല്ലാം ഒഴുകുന്നുണ്ട്, പക്ഷെ പുഴയിൽ വെള്ളമൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടുത്തെ മല കണ്ടോ, ഓരോ മലയ്ക്കും ഓരോ കളറും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്ലുകളാണ് കാണുന്നത്. വലിയ വലിയ റോക്കെല്ലാം ഭയങ്കര രസമാണ്. ഓരോ വഴി കൂടെ പോകുമ്പോഴും കണ്ടോ. ഇപ്പോൾ ഇവിടെ നോക്ക്, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഏകദേശം, ഒരുപാട് അതേപോലെ അല്ല, പക്ഷെ എന്നാലും കുറച്ച് സിമിലർ ആയിട്ടുള്ളൊരു അതുപോലത്തേക്ക് ഒരു വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ പശു ഇങ്ങനെ നടുവിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് കാണുന്നുണ്ട്. നോക്ക്, ഇടയ്ക്ക് മാത്രമാണ് വില്ലേജസ് കാണുന്നുള്ളൂ. പിന്നെ ആ വില്ലേജസിൽ തന്നെ ഒരു വില്ലേജിൽ ഇപ്പോൾ ഒരു 10-30 വീടുകളൊക്കെ ഉണ്ടാവുള്ളൂ. അടാ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന, നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, പശുക്കൾ ഇവിടെയും ഫുള്ള് ഇങ്ങനെ നട റോട്ടിൽ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെല്ലാം അങ്ങനെ നിൽക്കുന്നത് കാണില്ലേ. ഇപ്പം നമ്മളെ നാട്ടിലെ മൂന്നാറൊക്കെ പോലെ ഉണ്ട്, പക്ഷെ മൂന്നാർ ഇത്ര അടിപൊളി റോഡുണ്ടോ? കുഴപ്പമില്ല, ഇപ്പം അത്യാവശ്യം നല്ല റോഡാന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള എന്നാലും ഇത്രയും ഹൈ ഇതല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അത്ര സ്പീഡിലാണ് ഇവിടെ പോകുന്നത്. പെട്ടെന്ന് എത്തുന്നുണ്ട് എല്ലാ സ്ഥലത്തേക്കും. കണ്ടോ അവിടെയൊക്കെ നോക്കി, എനിക്ക് തോന്നുന്നു ആ മലയെല്ലാം നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം കയറാൻ. റോഡ് അതുവഴിയൊക്കെയാണ് തോന്നുന്നുണ്ട്. ഞാനിത് ഇവിടെ കുട്ടായിസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആള് കറക്റ്റ് സെൻറ്ററിലാണ് കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെടണം എന്നറിയോ? ആളോട് ഞാൻ ട്രാൻസ്ലേറ്റിൽ ചോദിച്ചു ഹൈവേയിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന്, പക്ഷെ ആൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പ്രാന്ത് പിടിക്കും കുറേ വട്ടം സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇറങ്ങി. അപ്പോൾ ഇവൻ ഇവിടുന്ന് ഇനി പോവുകയാണ്. സോ അതിലുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ എനിക്കുള്ള വഴി. ഇത് ഇവിടെ ബോർഡ് കാണുന്നുണ്ട്, തിബ്ലിസിക്ക് 221, പിന്നെ അർമേനിയക്ക് 528, അസർബൈജാനിലേക്ക് 830. ഇതാണ് റോഡ്. പക്ഷെ ഇവിടുന്ന് ഹിച്ചായിക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. നോക്കിയോട്ടെ പറ്റുമെന്നുള്ളത്. ഞാനിവിടെ വന്നിട്ട് ഹിച്ചായിക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവനെന്തായാലും അങ്ങോട്ട് പോയിട്ട് ബസ്സിൽ ബത്തൂമിയിലെല്ലാം പോയിട്ട് പിന്നെ അങ്ങനെ അവിടുന്ന് ടർക്കിയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. So okay, bye bye. Thank you so much. Yeah. So we will meet you in somewhere. Yeah, maybe. Yeah. Okay. Bye. അവിടെ നിന്നപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് ആളിനെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് മെയിൻ റൂട്ടിലേക്ക്. കണ്ടോ ഇതുവഴി ലിഫ്റ്റ് ഒന്ന് പ്ലെയിൻ ആയത്, ഇതുവരെയും ഫുള്ള് സിറ്റി ആയിരുന്നു. അപ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട്. നോക്ക് എൻ്റെ ആക്ച്വലി മൈ ഡോഗ് നെയിം ഈസ് കൂപ്പർ. മിനി കൂപ്പർ. മൈ ഡോഗ് നെയിം ഈസ് കൂപ്പർ. ഞാൻ മിനി കൂപ്പറിലൊക്കെയാണ് ലിഫ്റ്റ് അടിച്ച് പോകുന്നത്. എൻ്റെ ഡോഗിന്റെ പേര് കൂപ്പറാന്നല്ല ഞാൻ പറയുന്നത്. ആളിത് ഇവിടെ എന്നെ മെയിൻ ഹൈവേയിൽ കൊടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളുടെ ഗേൾ ഫ്രണ്ടാന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് അറിയുന്ന ഒരു പുള്ളിക്കാരിയായിട്ട് ഞാൻ കുറേ നേരമൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. വല്ല കാറാണ് കിട്ടിയെങ്കിൽ ഈസി ആയിട്ട് എത്താം. ട്രക്കാണെങ്കിൽ പോലും കുഴപ്പമില്ല. കാറാണെങ്കിൽ ഉള്ളിലേക്ക് ചെല്ലും, മറ്റേ ട്രക്കൊക്കെ ആണെങ്കിൽ അത്ര ഉള്ളിലേക്ക് ചെല്ലൂല. അതാണ് ടാസ്ക്. എനിക്കിതാ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കശൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ചാൾ മുന്നേ ഞാനൊരു ട്രക്കിൽ ലിഫ്റ്റ് അടിച്ച സമയത്ത്
എനിക്ക് ഒരു ട്രക്കിലുണ്ടായ പുള്ളിക്കാരൻ കശൂരിക്കാണ് പോകുന്നുണ്ടായിരുന്നത്. അന്ന് അവിടുന്ന് 250 കിലോമീറ്റർ ഉണ്ടായി. ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ അവിടുന്ന് എനിക്ക് വീണ്ടും നേരെ പോകണം. ഇപ്പം അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും ഞാൻ നിന്നില്ല. അതിന് മുന്നേ എനിക്ക് വണ്ടി കിട്ടി. ഇനി അവിടുന്ന് എനിക്ക് അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ തിബ്ലിസി ജസ്റ്റ് ഇങ്ങനെ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളൊരു 15 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ എത്തും. ഒടുക്കത്തെ ടയേർഡാണ്. ടയേർഡെന്ന് വെച്ചാൽ എൻ്റെ ഇന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്തെന്നറിയോ? ഞാൻ മെസ്തിയെന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഉഷ്കുളിയിൽ ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് തിബ്ലിസിയിലേക്ക്. അവിടുന്ന് മാത്രം ഉണ്ടായി 385 ഉഷ്കുലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. ഫുൾ ടയേർഡാണ്. ഫൈനലി ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആള് എന്നെ ഇവിടെ സേഫ് ആയിട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. നല്ല ആളായിരുന്നു. ആള് കുറേ സംസാരിച്ച്, ഇംഗ്ലീഷ് ആൾക്കറിയില്ല. അപ്പോൾ ആളുടെ ആരോ വിളിച്ചിട്ട് ഒരു പുള്ളിക്കാരിയായിട്ടൊക്കെയാണ് സംസാരിച്ച് എനിക്ക് ID കാർഡൊക്കെ കാണിച്ചു തന്ന്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ ഇവിടെ എന്നെ സേഫായിട്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ട്, ഇതെന്താ ലിബർട്ടി സ്ക്വയറോ ഫ്രീഡം സ്ക്വയറോ എന്താണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എന്നെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്സിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അവരെ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതും കേരള റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. കേരള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഹായ്. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട്. ആളാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എനിക്ക് പേര്, ഞാൻ എല്ലാവരുടെയും പേര് ഓർത്ത് വെക്കണതിൽ ഭയങ്കര ബാഡാണ്. ഐ എം സോറി. നാട്ടില് തൃശ്ശൂര്. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയാണോ? ഓക്കെ. എൻ്റെ വീടോടെ അടുത്താ. എൻ്റെ വീട് അമ്പലപ്പാറ എന്ന് പറയും. ചെറുപ്പശ്ശേരിന്റെ ഒക്കെ അടുത്താ. ഒറ്റപ്പാലല്ല ആക്ച്വലി. ലൈക്ക് എനിക്ക് ഒറ്റപ്പാലം ഇങ്ങോട്ടും ചെറുപ്പശ്ശേരി ഇങ്ങോട്ടുമാണ്. എനിക്ക് ഒരു 28 കിലോമീറ്റർ ഉള്ളൂ പെരിന്തൽമണ്ണ. വെരി ക്ലോസ്. പേര് ഇഷ. തിരൂര്. ആ ഓക്കെ. ഹായ്. ഓക്കെ. പുള്ളിക്കാരിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഹൈദരാബാദാണ് കേട്ടോ. നമ്മൾ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ട് ബിരിയാണി അതൊക്കെയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. നല്ല വിശക്കുന്നുണ്ട്, നല്ല ടയേർഡാണ്. കഴിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്. ഇവിടെ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓൾറെഡി കഴിച്ചു എന്ന് പറഞ്ഞ് ആളും കഴിച്ചു. പക്ഷെ ഒരു കമ്പനിക്ക് വീണ്ടും കഴിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ ചിക്കനും പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടം. ഞാൻ കഴിച്ചോട്ടെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റിവ്യൂ പറയുന്നത് അത്ര അടിപൊളിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഇങ്ങനെയല്ല എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യും. ലൈക്ക് വിശക്കുന്നുണ്ട് ഓൾറെഡി. പിന്നെ കേരള ഫുഡ് കഴിച്ചിട്ട് കുറച്ചായി. അപ്പം അതുകൊണ്ട് നൈസ് ആയിട്ടുണ്ട്. കഴിക്കാം. അപ്പോൾ ഗൈസ്, നാളെ നമ്മളത്തെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും പ്ലാൻ ചെയ്യാനുള്ള കിടപ്പാണ്. അപ്പോൾ നാളെ നമ്മളൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു വിസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. തിബ്ലിസിൽ ഇതുവരെ ആരും കാണാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകും. 2 വാക്ക് പറയും. വെറും തള്ളു തള്ളൊന്നല്ല. അയലല്ല, നമ്മള് എങ്ങനെ ഒരു ടിബ്ലിസിന്റെ ഒരു വേറൊരു കോർണർ നമ്മളെന്തായാലും എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ. സ്റ്റേ ട്യൂൺഡ് നടക്ക്. തിരിച്ചത് അവിടെ റൂമിൽ വന്നിട്ടുണ്ട്. ഡ്രസ്സെല്ലാം അലക്കാനിട്ടു. അപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോണേ. അവരുടെ ഫ്ലാറ്റിലേക്ക്, അപ്പാർട്ട്മെൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.